താനീ കേട്ടെന്ന് പറഞ്ഞത് കൊള്ളായിരുന്നു തന്നെയാണ്. പിന്നല്ലാതെ ഞാൻ എൻ്റെ 2 ചെവി കൊണ്ട് കേട്ടതല്ലേ. തൻ്റെ ചെവിടായിരുന്നു പറയണ്ട. തനിക്ക് പഴയ പോലെ നല്ല രീതിയിലൂടെ നിൽക്കണമെന്നുണ്ട. വേണം, നിൽക്കണം. അതെങ്ങനെ? തനിക്ക് ആ കൊച്ചിൻ്റെ ചെരുപ്പൊന്നും കഴുകാൻ പറ്റുമോ? അയ്യടാ, ഞാൻ എൻ്റെ മക്കൾക്കിടെ പോലും ചെരുപ്പ് കഴുകിയിട്ടില്ല, പിന്നെയാണ് ഞാൻ അവക്കടെ ചെരുപ്പ് കഴുകാൻ പോണേ. ഇവിടെ ഒരു സൂത്രത്തിന് വേണ്ടിയാണ്. എന്ത് സൂത്രത്തിനാണെങ്കിലും കണ്ടവളന്മാരുടെ ചെരുപ്പ് കഴുകി എനിക്കിവിടെ നിൽക്കണ്ട. ഇതിലും ഭേദം എനിക്ക് എൻ്റെ വീട്ടിലിരുന്നാ പോരെ. വീട്ടിലെ കാര്യം പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം തനിക്കിത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ശരി, ഞാൻ തന്നെ ചെയ്തോളാം. അല്ലെങ്കിൽ അതായിരിക്കും ഒന്നും കൂടി എഫക്റ്റ്. രണ്ടാൾ ഇവിടെ വന്നിരിക്കണേണാ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ വീടൊക്കെ ഒന്ന് അടിച്ചുടച്ചിടാന്ന് ഓർക്കണേ. അപ്പം രണ്ടുപേരും എന്നെ ഒന്ന് സഹായിക്കണം കേട്ടോ. ആൻറ്റി പോകുമ്പോൾ ഇപ്പോഴേ വന്ന് പറഞ്ഞു തരാം പണികൾ എന്താ ചെയ്യേണ്ടതെന്ന്. എന്തൊക്കെ നമ്പർ ഇറക്കി നോക്കിയിട്ട് അവരിവിടെ ഒന്ന് പോണൊരു ലക്ഷവും കാണില്ലല്ലോ. അയ്യോ അങ്കിൾ എന്തേ ചെയ്യണേ? മോളുടെ ചെരുപ്പ് കൊടുത്ത് ചോദിക്കുന്നു. അയ്യോ അങ്കിൾ ഇതൊന്നും ചെയ്യണ്ട. സാറില്ല മോളെ, ഇന്നല്ലെങ്കിൽ നാളെ ഇതും ചെയ്യേണ്ടി വരുമെന്ന് അറിയാം. 2 തെണ്ടികളെ പോലെ ആയിപ്പോയില്ലേ ഞങ്ങളുടെ ജീവിതം. ശരിയാ, നല്ല കാലത്ത് എനിക്കൊന്നും സമ്പാദിക്കാൻ പറ്റിയില്ല. പക്ഷെ എൻ്റെ മക്കളുണ്ടല്ലോ, നല്ലൊരു ഇതിൽ ഞാൻ പഠിപ്പിച്ചു. എൻ്റെ പൊന്നോ, ഇങ്ങനെ തള്ളാൻ ഈ മനുഷ്യനെ കഴിഞ്ഞുള്ളൂ കേട്ടാ. എന്നിട്ട് അവരൊരു നിലയിലെത്തിയപ്പോഴാണ് ഈ മാതാപിതാക്കൾ പുറത്ത്. ഏത് നിലയില്? ഇപ്പോഴും മക്കള് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ഗതിയില്ലാതെ. അത് വെച്ച് നോക്കുമ്പോൾ അതിലും മനുഷ്യത്വം മോള് കാണിക്കുന്നുണ്ട്. ഇപ്പോഴും മോളോട് അങ്ങനെ ഒറ്റ അപേക്ഷയുള്ളൂ, ഞങ്ങളിവിടെ ഇറക്കി വിടരുത്. 2 വേലക്കാർ പോലെ ഞങ്ങളോട് നിന്നോളാം. നിങ്ങൾ ഇറക്കി വിട്ടാൽ പിന്നെ മരണമുള്ളൂ. ഈ മനുഷ്യൻ്റെ ഒരു കാര്യേ. ഹലോ പപ്പ ചോദിച്ചില്ല അവരിനി തുടങ്ങി ഞാൻ നോക്കിക്കോളാന്ന്. ഞാൻ നോക്കിക്കോളാം. ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. പിന്നെ മര്യാദക്ക് ഞാൻ അവരെ ഫോൺ വിളിച്ച് അവിടെ ഇറക്കി വിടാൻ പോയതാ. അത് നീ സമ്മതിച്ചില്ല. നീ തന്നെ ഡീൽ ചെയ്തതെന്ന് പറഞ്ഞ് അത് ഇതുവരെ എത്തി. എന്താണെങ്കിലും എനിക്ക് കാരണവന്മാരുടെ കണ്ണീരിന്റെ ശാപമൊന്നും മേടിച്ചു വെക്കാൻ വയ്യ. ഇപ്പൊ തന്നെ ഞാൻ കാരണം കുറെ പേര് വിഷമിച്ച്. പപ്പ അവർ ഇറക്കി വിട എന്ത് വേണേ ചെയ്തു. പപ്പ നേരിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്ത് വേണേ ചെയ്തു. അതുവരെ എന്തായാലും ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് ഞാൻ നോക്കിക്കോളാം അവരെ. ശരി.